ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായമായിട്ടുള്ള ആവർത്തന ഗുണനം അഥവാ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 112 വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 6 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ ചോദ്യം പേജ് നമ്പർ 112 ഒന്നാമത്തെ ചോദ്യം വായിക്കാം. റൈറ്റ് ഈച്ച് നമ്പർ ബിലോ either as a product of single prime or as a product of prime of different prime. ചുവടെ പറയുന്ന സംഖ്യകളെ ഒരു അഭാജ്യ സംഖ്യയുടെ കൃതിയായോ വ്യത്യസ്ത അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായോ എഴുതി നോക്കൂ. അഭാജ്യ സംഖ്യകൾ നിങ്ങൾക്ക് അറിയുണ്ടാവും. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 ഒരു അഭാജ്യ സംഖ്യയാണ്. അതേ നമ്പറും 1 മാത്രം ഘടകങ്ങളായിട്ട് വരുന്നുള്ളൂ. 3 1ലും 3ലും. അതായത് ഇപ്പോൾ അഭാജ്യ സംഖ്യ അല്ലാത്തത് പറയുകയാണെങ്കിൽ 4 അഭാജ്യ സംഖ്യയല്ല. കാരണം അത് 1ൻ്റെ ഗുണനപ്പട്ടികയിൽ 2ൻ്റെയിൽ 4ൻ്റെയിൽ ഉണ്ട്. അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് പറഞ്ഞാൽ 1ലും അതേ നമ്പറും മാത്രമേ എന്തായിരിക്കുള്ളൂ, ഘടകമായിട്ടുള്ളൂ. അതിൻ്റെ ഗുണനഫലങ്ങളുടെ കൃതിയായിട്ട് അഭാജ്യ സംഖ്യകളുടെ കൃതിയായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. 125. 125ൻ്റെ അഭാജ്യ സംഖ്യകൾ കണ്ടുപിടിക്കാൻ ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യേണ്ടി വരും. അതായത് 125 LCM കാണുക. അതായത് 5 അപ്പോൾ 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പോവും. ഒരു 5 5 2 5 10. നമുക്ക് 12 വേണ്ടത്. 10 കിട്ടിയത്. ബാക്കി എത്ര ഉണ്ട്? 10 കൂടി 2 കൂട്ടിയ 12. അത് 5ൻ്റെ സൈഡിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ 25 5ൻ്റെ ഗുണപട്ടികയിലുണ്ട്. 5 5 25. 5 5 × 5 25. എന്ത് ചെയ്യുക? അപ്പോൾ ഏതൊക്കെ ആയിരിക്കും? 5 × 5 × 5 ഈക്വൽ ടു 5 പ്രാവശ്യം എഴുതുക. എത്ര പ്രാവശ്യം 5 ഉണ്ട്? 3. അപ്പം 5ൻ്റെ കൃതി, അതായത് അഭാജ്യ സംഖ്യകളുടെ കൃതി 3 നമുക്ക് എഴുതാൻ വേണ്ടി പറ്റി. ഇനി രണ്ടാമത്തെ ചോദ്യം 72. നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ ചെയ്യുക? 72 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പോവും. 2 3 2 6. നമുക്ക് 7 വേണ്ടത്. ബാക്കി 1. 12 കറക്റ്റ് പോവും. 6 2 12. ഇനി 2 ഒരു 2 2. ബാക്കി 1 16. 8 2 16. 2 9 2 18. 3 3 9. അപ്പം നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? 2 × 2 × 2 × 3 × 3 ഈക്വൽ ടു 2. എത്ര 2കളുണ്ട്? 3 × 3 എത്ര ഉണ്ട്? 2. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ 100 ഈക്വൽ ടു 100. നമുക്ക് പകുതി എടുക്കാൻ പറ്റും. 100ൻ്റെ പകുതി 50. 50 × 2 100. 25 × 2 50. 5 × 5 25. അപ്പോൾ നമ്മളെങ്ങനെ എഴുതുക? 2 × 2 × 5 × 5 ഈക്വൽ ടു 2 എത്ര ഉണ്ട്? 2. അപ്പോൾ 2/2 × 5/2. ഇനി നാലാമത്തെ ചോദ്യം 250 ഈക്വൽ ടു എങ്ങനെയാണ് ചെയ്യുക? 250 ഒരു 2 2 2 2 4. നമുക്ക് എത്രയാണ് വേണ്ടത്? 5. ബാക്കി എത്ര? 5 ആവാൻ 1. 5 2 10. ഇനി 2ൻ്റെ ഗുണപട്ടികയിൽ 1 ഇല്ല. 12 ഉണ്ട്. 6 2 12. 5ൻ്റെ പോവും. 5 അപ്പോൾ 5ൻ്റെ പോവും. അവസാനത്തെ നമ്പർ 5 ആയതുകൊണ്ട് 5ൻ്റെ പോവും. അപ്പോൾ 2 5 10. നമുക്ക് 12 വേണ്ടത്. ബാക്കി 2. 5 5 25. ഇനി 25 5ൻ്റെ ഗുണനപ്പട്ടികയിൽ പോവും. ഇനിയാണ് എഴുതുക 5 5 25. 5 5 25 നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ഈക്വൽ ടു
2 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5. 2 എത്ര ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ 2⁻1 ഇൻറ്റു 5 എത്ര ഉണ്ട്? 3. 2⁻1 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇൻറ്റു 5⁻3. ഇനി അഞ്ചാമത്തെ ചോദ്യം 3600. 3600 ചെയ്ത് നോക്കാം. 3600 രണ്ടിൻ്റെയിൽ പോവും. 1 2 2 3 ആവാൻ ബാക്കി എത്ര ഉണ്ട്? 1. ആ 1 ഇവിടേക്കിട്ട് കൊടുത്ത് 16 കറക്റ്റ് പോവും. 8 2 16. 2 സീറോസ് ഇറക്കിയിടുക. 2ൻ്റെ ഗുണപ്പട്ടികയിൽ 18 പോവും. 9 2 18. ഈ 2 സീറോസ് ഇടുക. ഇനി 9 2ൻ്റെ ഗുണപ്പട്ടികയിൽ പോവില്ല, പക്ഷെ 90 പോവും. അത് 2 45 ഇൻറ്റു 2 ആണ് 90. അല്ലെങ്കിൽ 4 2 8. നമുക്ക് എത്രയാണ് വേണ്ടത്? 9. 8 കൂടെ 1 കൂട്ടിയ 9. 1 കൂടി കിട്ടുകൊടുത്ത് അപ്പോൾ 10. 5 2 10. ഈ 0 ചേർത്ത് എഴുതി. 450. ഇനി അടുത്തത് വീണ്ടും 2 എടുത്തു കഴിഞ്ഞാൽ 2 2 4. 2ൻ്റെ ഗുണപ്പട്ടികയിൽ 5 ഇല്ല. 5ന് അടുത്ത് കിടക്കുന്ന നമ്പർ 4 ഉണ്ട്. അപ്പോൾ 2 2 4. ബാക്കി 5 ആവാൻ എത്ര? 1. 5 2 10. ഇനി 5 ഇവിടെ അവസാനമായിട്ട് വരുന്നത് 225. അപ്പോൾ 3ൻ്റെ ഗുണപ്പട്ടികയിൽ നമുക്ക് പോവാൻ നോക്കി നോക്കാം. അപ്പോൾ 3 എടുക്കുകയാണെങ്കിൽ 7 3 21 ഉണ്ട്. ബാക്കി എത്ര? 1. 7 3 21. 22 എടുത്ത് കിടക്കുന്ന 21 എടുത്ത് 21. ബാക്കി 1 ഇവിടെ കിട്ടുകൊടുത്ത് 15. 5 3 15. ഇനി 3 എടുത്തു കഴിഞ്ഞാൽ 3 എടുത്താൽ 2 3 2 3 6. 7ൻ്റെ അടുത്ത് കിടക്കുന്ന 6 ഉണ്ട്. 7 ആവാൻ ബാക്കി 1. 5 3 15. ഇനി ബാക്കി എത്രയാണ്? 5ൻ്റെ ഗുണപ്പട്ടികയിലാണ് പോവുക. 5 5 25. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 3 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 5. 2 എത്ര ഉണ്ട്? 1 2 3 4. അപ്പോൾ 2⁴ ഇൻറ്റു 3 2 3⁻2 ഇൻറ്റു 5⁻2. ഇനി ഒരു ചോദ്യം കൂടി നമുക്കിതിൽ ചെയ്യാനുണ്ട്. 6ാമത്തെ ചോദ്യം ഈക്വൽ ടു. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് 10800 അതിൻ്റെ എൽസിഎം കാണാൻ വേണ്ടിയിട്ട് 2ൽ എടുത്തു കഴിഞ്ഞാൽ 5 2 10. 4 2 8. ഈ സീറോസ് ഇറക്കിട്ടു. വീണ്ടും 2. ഇനി എഴുതുക. 2 2 5ൻ്റെ അടുത്തൊരു 4 എടുത്ത് ബാക്കി 5 ആവാൻ 1. 14 ഉണ്ട്. 7 2 14. 2 സീറോസ് ഇട്ട് കൊടുത്തു. ഇനി എത്ര എടുക്കുക? 2. 2ൻ്റെ ഗുണനപ്പട്ടികയിൽ 2 ഉണ്ട്. 1 2 2. 2ൻ്റെ ഗുണനപ്പട്ടികയിൽ 7 ഇല്ല. 7ൻ്റെ അടുത്ത് കിടക്കുന്ന 3 ഉണ്ട്. 6 ഉണ്ട്. 6 ആവുമ്പോൾ 3 2 6. ബാക്കി 1. 10 5 2 10. ഈ 0 ഇറക്കിട്ടു. ഇനി 2. 2ൻ്റെ ഗുണനപ്പട്ടികയിൽ 1 ഇല്ല, പക്ഷെ 12 ഉണ്ട്. 13ൻ്റെ അടുത്ത് കിടക്കുന്ന 12 ഉണ്ട്. എത്രയാണ്? 6 2 12. ബാക്കി 1. 2ൻ്റെ ഗുണനപ്പട്ടികയിൽ 15 ഇല്ല, 14 ഉണ്ട്. 7 2 14. ബാക്കി 1. 10 ഉണ്ട്. 5 2 10. ഇനി അവസാനം 5 ആയതുകൊണ്ട് നമുക്ക് 5ൻ്റെ ഗുണനപ്പട്ടികയിൽ പോവും. 5 ഒരു 5 5. 6 ഇല്ലാത്ത കാരണം 5 എടുത്തു. 6 ആവാൻ ബാക്കി 1. ഇനി 17 ഇല്ല 5ൻ്റെ ഗുണനപ്പട്ടികയിൽ, പക്ഷെ 15 ഉണ്ട്. 3 5 15. 15 കഴിഞ്ഞാൽ 16 17. 2 ബാക്കിയുള്ളത്. അപ്പോൾ 2 ഇവിടെ ഇട്ടുകൊടുത്താൽ 25. 5 5 25. വീണ്ടും 2. 2ൻ്റെ ഗുണനപ്പട്ടികയിൽ 13 ഇല്ല,
10 ഉണ്ട്. 2 5 2 5 10 2 5 10 10 ബാക്കി 3 35. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് 5 എടുക്കാം. ഇവിടെ നമുക്ക് 5 എടുക്കാം. 5 എടുത്താൽ ഇവിടെ എത്രയാണ് വരിക? 2. ഇവിടെ 5 ഇല്ല. 2 5 10 ബാക്കി 13 ബാക്കി 3. ഇപ്പോൾ 27. വീണ്ടും 27 ഇതിൻ്റെ ഗുണപ്പട്ടികയിൽ പോവും. 3ൻ്റെ 3 9 27. ഇവിടെ 5 ഇല്ല. ഇവിടെ 5 ഇല്ല. 3 9 27. 9 പോവും. 3 3 9. ഇനി നമുക്ക് എങ്ങനെ എഴുതുക? ഈ നമ്പർ എല്ലാതും എന്ത് ചെയ്യണം? എഴുതണം. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 സമം 2 എത്ര 4 ഉണ്ട്? 2 ഉണ്ട്. 4 എണ്ണം ഇൻറ്റു 5 2 എണ്ണം ഇൻറ്റു 3 3 എണ്ണം. ഇതാണ് ഈ ഭാഗത്ത് വരുന്ന 6 ചോദ്യങ്ങൾ. ഇനി പേജ് നമ്പർ 118 ഒന്നാമത്തെ ചോദ്യം കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. അതിൽ മൊത്തം 3 ചോദ്യങ്ങളുണ്ട്. ഒരെണ്ണം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. കാൽക്കുലേറ്റ് ദ പവർ ബിലോ ആസ് ഫ്രാക്ഷൻ. താഴെ കൊടുത്തിരിക്കുന്ന പവേഴ്സുകൾ ഉത്തരം കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്നാം ചോദ്യം 2/3 സ്ക്വയർ. ഇതിൻ്റെ അർത്ഥം എന്താ? 2/3 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക. 2/3 ഇൻറ്റു 2/3 ഈക്വൽ ടു. ഇതിൻ്റെ അർത്ഥം 2 ഇൻറ്റു 2ൻ്റെ സ്ക്വയർ ബൈ 3 എത്ര പ്രാവശ്യം ഉണ്ട്? 2 പ്രാവശ്യം കുടിക്കുന്നുണ്ട്. അപ്പോൾ 3 സ്ക്വയർ. 2 സ്ക്വയർ 4/9. അപ്പോൾ 2/3 സ്ക്വയറിൻ്റെ ഫ്രാക്ഷൻ 4/9. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ 1/2 സ്ക്വയർ. ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്, മിശ്ര ഭിന്നം. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യം 1 ഇൻറ്റു 2 പ്ലസ് അതായത് ഇതിൻ്റെ അടിയിൽ ഒരു 1 ഉണ്ട് എന്ന് നമ്മൾ ഇവിടെ നമ്പർ ഇല്ലല്ലോ, അപ്പോൾ 1 ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് 1 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 1 ബൈ 1 ഇൻറ്റു 2 സ്ക്വയർ ഈക്വൽ ടു ഒരു 2 2 പ്ലസ് ഒരു 1 1 ബൈ 2 2 കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 3. ഇപ്പോൾ 3/2 സ്ക്വയർ. 3ൻ്റെ സ്ക്വയർ എത്രയാണ്? 9/4. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? മിക്സഡ് ഫ്രാക്ഷൻ ആക്കി ഇതിനെ മാറ്റണം. ഇവിടെ സാധാ ഫ്രാക്ഷൻ ആയിരുന്നു, പക്ഷെ ഇവിടെ എന്താ മിക്സഡ് ഫ്രാക്ഷൻ ആയ കാരണം അതുപോലെ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് 9 ഹരിക്കണം 4. ഒരു 4 4 2 4 8. 9 8 പോയാൽ 1. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് 2 1/4. ഇനി തേർഡ് ക്വസ്റ്റ്യൻ 2/5 സ്ക്വയർ ഈക്വൽ ടു ക്യൂബ്. 2/5 ഇൻറ്റു 2/5 ഇൻറ്റു 2/5 ഈക്വൽ ടു ഇതിൻ്റെ അർത്ഥം എന്താണ്? 2 ക്യൂബ് ബൈ 5 ക്യൂബ്. ഇപ്പോൾ 2/5 ഓൾ ക്യൂബ് നമുക്ക് കോമൺ ആക്കിയിട്ട് എഴുതി. ഇനി ഈക്വൽ ടു 2ൻ്റെ ക്യൂബ് എത്രയാണ്? 2 ഇൻറ്റു 2 ഇൻറ്റു 2 എത്രയാണ്? 8 ബൈ 5 ഇൻറ്റു 5 25. 25 ഇൻറ്റു 5 125. ഇനി നാലാമത്തെ ചോദ്യം 2 1/2 സ്ക്വയർ. ഇപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. എങ്ങനെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 എന്തെന്ന് വിചാരിക്കുക? 2 ഇൻറ്റു 2 1 ഇൻറ്റു 1 2 ഇൻറ്റു 1 2 ഇൻറ്റു 2 1 ഇൻറ്റു 1 1 ഇൻറ്റു 2. അപ്പോൾ നമുക്ക് ഗുണിക്കാം. 2 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 1 ബൈ 1 ഇൻറ്റു 2 സ്ക്വയർ. 2 ഇൻറ്റു 2 4. 4 ഇൻറ്റു 4 പ്ലസ് 1 5/2 സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ അല്ല, ഇവിടെ ക്യൂബാണ്. ക്വസ്റ്റ്യനിൽ ക്യൂബാണ്. അപ്പോൾ 5 ക്യൂബ്
ബൈ 2 5ൻ്റെ ക്യൂബ് നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. എത്രയാണ്? 125/8. അപ്പോൾ നമുക്കൊന്ന് അരിച്ചു നോക്കാം. 125 ഹരിക്കണം 8. ഒരു 8 8 2 8 16. ഒരു 8 8 8 കഴിഞ്ഞാൽ 9 10 11 12 4. ഇനി അല്ലെങ്കിൽ 15 × 8 അല്ലേ? 12 8 പോയി കഴിഞ്ഞാൽ 4. ഇനി 8ൻ്റെ ഗുണപട്ടികയിൽ 4 ഇല്ല. 5 ഇറക്കിയിട്ട് ഒരു സംഖ്യ ഇറക്കിയിട്ട് 45. 5 8 40. കുറച്ച് കഴിഞ്ഞാൽ 5. നമുക്ക് ഉത്തരം എങ്ങനെ എഴുതുക? 15 5/8. 15 5/8. ഇതാണ് പേജ് നമ്പർ 118 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന 4 എണ്ണം. ഇപ്പോൾ ചെയ്ത കണക്കുകളെല്ലാം വളരെ സിമ്പിളാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് നന്നായിട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.